നമസ്കാരം. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അപ്പൊ നമ്മൾ ക്രിയാത്മകമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ദയവ് ചെയ്ത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ സ്നേഹിതർ, ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രിയപ്പെട്ടവർ അതിനെ പരിഹാസമായി കാണാതെ ആ വിമർശനങ്ങളെ ക്രിയാത്മകമായി എടുത്താൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ കഴിയും. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ ഞാൻ പറയുന്നൊരു കാര്യമായിരുന്നു, പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് ഇതിൽ കൂടെ ഇനി എന്താ വേണ്ടേ? ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എന്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തത്. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്? എന്താ ഇത്?